എറണാകുളം കോതമംഗലത്ത് യുവാവിനെ വിഷം നൽകി കൊലപ്പെടുത്തിയ പെൺസുഹൃത്ത് കസ്റ്റഡിയിൽ. മാതിരപ്പള്ളി സ്വദേശി അൻസിലാണ് മരിച്ചത്. അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം നൽകുകയായിരുന്നുവെന്ന് യുവതി പോലീസിന് മൊഴി നൽകി. മലിപ്പാറയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെൺസുഹൃത്തിന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് അൻസിലെത്തിയത്. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കെയുള്ള സന്ദർശനം കാര്യങ്ങൾ വഷളാക്കി. യുവതിയുടെ വീട്ടിലെത്തിയ അൻസിൽ ബഹളമുണ്ടാക്കി. തൊട്ടടുത്ത ദിവസം പുലർച്ചെ അൻസിൽ പോലീസിനെ വിളിച്ച് തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന വിവരം അറിയിക്കുകയായിരുന്നു. പോകും വഴിയാണ് യുവതി വിഷം നൽകിയെന്ന കാര്യം സഹോദരനോട് അൻസിൽ പറയുന്നത്. ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി അൻസിൽ മരിച്ചു. ആംബുലൻസിൽ വെച്ച് പറഞ്ഞ ബ്ലഡ് വിഷം അവർക്ക് എല്ലാവരും കൂടി ഒഴിച്ചു കൊടുക്കുകയോ ചെയ്തതെന്നാണ് പറഞ്ഞത്. വയറിനകത്ത് പോയിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് 500 ml അകത്ത് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോൾ 300 ml അകത്തുണ്ട്. അപ്പോൾ ഈ ഉമ്മാനെ വിളിച്ചിട്ട് ഈ പെങ്കൊച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ നിന്നെ മോനെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾ അറിഞ്ഞത് എങ്ങനെയാ വെച്ചാൽ അവനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവൻ ആദ്യം വിചാരിച്ചു ഇവള് ചുമ്മാ പറയണമെന്ന് വിചാരിച്ചു. പിന്നീടായപ്പോൾ ഇവള് വീട്ടിലേക്ക് കൂടി വിളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതായി. അപ്പം നേരെ ഇവൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് ഇവൻ പോലീസുകാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്? ഈ അൻസിൽ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇവൻ നേരെ കോതമംഗലത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അപ്പോഴത്തേക്ക് അനിയനെ കെട്ടി പേര്. അൻസിൽ വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമാണ്. കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അൻസിലിനെ വിളിച്ചു വരുത്തിയതെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത്. 300 ml വിഷം ഉള്ളിൽ പോയെന്ന പരിശോധനയിലും കണ്ടെത്തി. പുല്ലിന് തളിക്കുന്ന വിഷമാണെന്നാണ് നിഗമനം. പീഡനക്കേസിലെ അതിജീവിത കൂടിയാണ് യുവതി. അൻസിലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം കൊലപാതക കുറ്റം കൂടി ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി.